ಬಂಡೀಪುರ ಹುಲಿ ಸಂರಕ್ಷಿತ ಪ್ರದೇಶಕ್ಕೆ ಇಂದು ಕೇಂದ್ರ ಅರಣ್ಯ ಸಚಿವ ಭೂಪೇಂದ್ರ ಯಾದವ್ ಆಗಮಿಸಲಿದ್ದಾರೆ ಎಂದು ತಿಳಿದುಬಂದಿದೆ. ಬಂಡೀಪುರ ಅರಣ್ಯಾಧಿಕಾರಿಗಳ ಸಭೆ ನಡೆಸಿ ನಂತರ ಕೇರಳದ ವೈನಾಡಿಗೆ ತೆರಳಲಿದ್ದು, ಅಲ್ಲಿಯೂ ಸಹ ಅಧಿಕಾರಿಗಳ ಸಭೆ ನಡೆಸಿ ಆನೆ ದಾಳಿಗೆ ಬಲಿಯಾದ ಕುಟುಂಬಸ್ಥರನ್ನ ಭೇಟಿಯಾಗ್ತಾರೆ ಎಂಬ ಮಾಹಿತಿ ಲಭ್ಯವಾಗಿದೆ. ಹಾಸನ ಜಿಲ್ಲೆಯ ಬೇಲೂರಿನಲ್ಲಿ ಸೆರೆ ಹಿಡಿದ ಮಕ್ನ ಆನೆಯನ್ನ ಬಂಡೀಪುರದ ಮೂಲೆಹೊಳೆ ಅರಣ್ಯಕ್ಕೆ ಸ್ಥಳಾಂತರಿಸಲಾಗಿತ್ತು. ಆದರೆ ಮಕ್ನ ಆನೆಯು ಹೆಚ್ಚಾಗಿ ಜನನಿಬಿಡ ಪ್ರದೇಶದಲ್ಲಿ ಕಾಣಿಸಿಕೊಳ್ಳುತ್ತಿದ್ದ ವೇಳೆ ವ್ಯಕ್ತಿಯೋರ್ವರ ಮೇಲೆ ದಾಳಿ ನಡೆಸಿ ಕೊಂದು ಹಾಕಿತ್ತು. ಬಳಿಕ ಸಂಸದ ರಾಹುಲ್ ಗಾಂಧಿ ಸೂಚನೆ ಮೇರೆಗೆ ರಾಜ್ಯ ಸರ್ಕಾರ 15 ಲಕ್ಷ ರೂಪಾಯಿ ಪರಿಹಾರ ಘೋಷಿಸಿತ್ತು. ಆದರೆ ಇದು ಭಾರೀ ಚರ್ಚೆಗೆ ಗ್ರಾಸವಾಗಿ ವಿಪಕ್ಷದವರ ಟೀಕೆಗೆ ಗುರಿಯಾಗಿದ್ದಂತೂ ಸುಳ್ಳಲ್ಲ. ಒಟ್ಟಾರೆಯಾಗಿ ಕೇಂದ್ರ ಸಚಿವ ಭೂಪೇಂದ್ರ ಯಾದವ್ 2 ರಾಜ್ಯಗಳ ಅರಣ್ಯ ಇಲಾಖೆ ಅಧಿಕಾರಿಗಳ ಪ್ರತ್ಯೇಕ ಸಭೆ ನಡೆಸಿ ಯಾವ ರೀತಿ ಕ್ರಮಕ್ಕೆ ಸೂಚಿಸುತ್ತಾರೆ ಎಂಬುದನ್ನು ಕಾದು ನೋಡಬೇಕಾಗಿದೆ. അങ്ങനെ ഇന്ന് രാവിലെ മുതൽ മാനന്തവാടി ടൗണിനെ ഉറപ്പിച്ച കാട്ടാനെ വെടി വെച്ചിരിക്കുന്നത് ബാക്കിൽ കാണുന്നതാണ് ട്രാങ്കുലൈസർ. അത് അതിൻ്റെ വാല് വെച്ച് തട്ടി ഇങ്ങനെ മാറ്റാൻ ആള് ചില്ലറക്കാരനല്ല. കുറേ പേര് ചോദിച്ചു ഇതിൻ്റെ കഴുത്തിൽ എന്താ മാലയാണ്. മാലയല്ല, പ്രശ്നക്കാരനായ കാട്ടാനകളെ പിടിച്ചിട്ട് ആളുകൾ റേഡിയോ കോളർ ഇടും. കർണാടക ഫോറസ്റ്റുകാർ റേഡിയോ കോളർ ഇട്ടിട്ട് നമ്മുടെ ഫോറസ്റ്റിൽ അതിനെ തുറന്നു വിട്ടിട്ട് അത് നടന്ന് നമ്മുടെ മാനന്തവാടി എത്തിയിരിക്കുകയാണ്. എന്തായാലും ആള് ചില്ലറക്കാരനല്ല. മാനന്തവാടി ടൗണിന് നിരോധനാജ്ഞ വരെ പ്രഖ്യാപിപ്പിച്ചു ഈ ഒരു കാട്ടാന. എന്തായാലും മയക്കുവെടി ഒന്ന് എഫക്റ്റീവ് ആവാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് ഫോറസ്റ്റുകാരും കൂടെ നമ്മുടെ ഉശിരുള്ള കുമിക്കാനുള്ളത്. 3 എണ്ണം ഉണ്ട്. കോന്നി സുരേന്ദ്രൻ, വിക്രം, സൂര്യ, അടിപൊളി പേരുകളാണ് എല്ലാവർക്കും. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. എഫക്റ്റീവ് ആയതിനു ശേഷം ഇതിനെ നല്ല ലോറിയിലേക്ക് ഇതാക്കി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് കൊണ്ടുപോകും. പൊതുജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മാനന്തവാടി നഗരപരിധിയിൽ CRPC 144 പ്രകാരം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ നഗരപരിധിയിൽ ആരും കൂട്ടം കൂടി നിൽക്കാൻ പാടുള്ളതല്ല. പൊതുജനങ്ങൾ പോലീസ് അധികാരികളുടെ നിർദ്ദേശം പൂർണ്ണമായും പാലിക്കേണ്ടതാണ്. എല്ലാവരും നഗരപരിധിയിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടതാണ്. പൊതുജനങ്ങൾ വീടുകളിലും കെട്ടിടങ്ങളിൽ ഉള്ളിലും സുരക്ഷിതരായി